ഒരു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് നാം ഏവർക്കും അറിയാവുന്ന പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബഡ്സ് ആക്റ്റുമായിട്ട് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്ത നടപടിക്കെതിരെയുള്ള റിപ്പറ്റീഷനുമായിട്ടുള്ള അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് ആക്ച്വലി നമ്മുടെ മുൻപത്തെ വാദങ്ങളെല്ലാം ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു ഇത് കേട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ആബ്സെൻസിൽ അത് ജസ്റ്റിസ് പി എം മനോജ് സാറിൻ്റെ ബെഞ്ചിലേക്കായിരുന്നു ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. കോർട്ട് നമ്പർ 2E ഐറ്റം നമ്പർ 408 ആയിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ജസ്റ്റിസ് പി എം മനോജ് സാറിൻ്റെ ബെഞ്ചിൽ കേസുകളുടെ എണ്ണം വളരെയധികം ധാരാളമായിരുന്നു. അതുകൊണ്ട് 400 ശേഷമുണ്ട്. എനിക്ക് ലാസ്റ്റ് വന്ന കേസ് 318 വിളിച്ചത്. അപ്പോൾ 400 ശേഷമുള്ള കേസസ് ഒന്നും ഇന്നത്തെ ജസ്റ്റിസ് പി എം മനോജ് സാറിൻ്റെ ബെഞ്ചിൽ ഇന്ന് എടുക്കുകയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നോർമലി ഒരു വളരെ നിയറസ്റ്റ് ഡേറ്റ് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അറിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ, കാരണം കഴിഞ്ഞ വാദം 12 ഓഗസ്റ്റിനായിരുന്നു ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നടന്നത്. അപ്പോൾ അന്ന് ജസ്റ്റിസ് വി ജി അരുൺ സാർ ബഹുമാനപ്പെട്ട സർക്കാരിനോട് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി, ഡയറക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ ഇതുവരെയായിട്ടും കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു സ്റ്റാറ്റസിനും കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൗണ്ടർ അഫിഡവിറ്റ് നോട്ട് റിസീവ്ഡ് എന്നാണ് അതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണം ഉണ്ട്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട സർക്കാർ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മുൻപത്തെ സെഷനിലെ വീഡിയോയുടെ താഴെ 1-2 കമൻറ്റ്സ് കണ്ടു. എന്താണ് ഈ കൗണ്ടർ അഫിഡവിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ കൗണ്ടർ അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം എന്നാണ് അതിൻ്റെ അഫിഡവിറ്റിൻ്റെ പദത്തിൻ്റെ അർത്ഥം, സത്യവാങ്മൂലം. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പെറ്റീഷണർ എന്ന് പറഞ്ഞാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ്. അതിൻ്റെ റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സർക്കാരുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ റിറ്റ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മാനേജ്മെൻറ്റ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെ റെസ്പോൺസിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ അവിടെ റിപ്ലൈ ചോദിക്കും ബഹുമാനപ്പെട്ട കോടതി. അതിനെയാണ് ഈ കൗണ്ടർ അഫിഡവിറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൗണ്ടർ അഫിഡവിറ്റ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു കേസിൽ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തതിൻ്റെ റീസൺസ് നിങ്ങൾ ബഹുമാനപ്പെട്ട സർക്കാർ കാണിക്കണം ഈ കൗണ്ടർ അഫിഡവിറ്റിലൂടെ, റെസ്പോൺസിലൂടെ. അപ്പോൾ അതാണ് ഈ കൗണ്ടർ അഫിഡവിറ്റ് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ കൗണ്ടർ അഫിഡവിറ്റ് ഇതുവരെയായിട്ടും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൗണ്ടർ അഫിഡവിറ്റ് നോട്ട് റിസീവ്ഡ് എന്നാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ ചിലപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ സമർപ്പിക്കുമായിരിക്കാം. എന്തായാലും ഇന്നത്തെ കേസിൻ്റെ അപ്ഡേറ്റ് ഇതാണ്. അപ്പം നിർഭാഗ്യവശാൽ ജസ്റ്റിസ് പി എം മനോജ് സാറിൻ്റെ ബെഞ്ചിൽ അത് കേസുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അത് പരിഗണിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റിന് ലഭിക്കട്ടെ, അവരുടെ ലീഗൽ ടീമിനെ ലഭിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേറ്റ് അറിഞ്ഞാൽ, ഇനിയൊരു പുതിയ അപ്ഡേറ്റഡ് ഡേറ്റ് അറിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് കമൻസിലൊക്കെ രേഖപ്പെടുത്തുന്ന വളരെയധികം നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളോടും അവർ പല രീതിയിലുള്ള കമൻസുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. ചിലതൊക്കെ ടോളറേറ്റ് ചെയ്യാം, ചിലതൊക്കെ കുറച്ച് അവരുടെ ടോളറേഷനേക്കാളും കൂടുതൽ അപ്പുറത്തേക്കൊക്കെയുള്ള കമൻറ്റുകളൊക്കെ വന്നു. എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ത് വന്നാലും ഡസൻ ബോദർ മീ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെന്നെ വളരെയധികം ബോദർ ചെയ്യില്ല. അപ്പോൾ എന്തായാലും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. എന്തായാലും അതിൻ്റെ അകത്ത് പല നർമ്മബോധമുള്ള കമൻസുകളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നർമ്മബോധമുള്ള കമൻസിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അത് അസഭ്യവർഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെന്തായാലും അവരുടെ ചെയ്യട്ടെ, അവരുടെ ക്വാളിറ്റിയല്ലേ അവർ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് തടയിടാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും അവരെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോട്ടെ. അവർക്ക് പറ്റുന്നത് അത് അവർ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. നർമ്മബോധമുള്ള കമൻസിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇതാണ് ഇന്നത്തെ കേസ് അപ്ഡേറ്റ്. ഇതാണ്
അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു ഡേറ്റ് വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത് സെപ്റ്റംബർ 2-ാം തീയതി. കാരണം നേരത്തെ അത് കഴിഞ്ഞ തവണ ഞാനത് കഴിഞ്ഞ സെഷനിൽ അപ്ഡേറ്റ് ചെയ്തതിൽ ഒന്ന് വിട്ടുപോയ ഒരു കാര്യം കൂടെയുണ്ട്. ഹൈറിസോണ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. ജസ്റ്റിസ് CS ദിയാസ് സാറിൻ്റെ ബെഞ്ചിലാണ് അത് ആക്ച്വലി ഇരിക്കുന്നത്, ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഇത്. അതിനിപ്പോൾ അടുത്ത തവണത്തേക്ക് ഇപ്പോൾ വാദം കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് 2 സെപ്റ്റംബറിലേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ സെഷനിൽ ഞാൻ PMLA കോർട്ടിൻ്റെ മുൻപാകെ ഇരിക്കുന്നുവെന്നാണ് ഞാനത് ഷെയർ ചെയ്തത്. പക്ഷേ അത് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ അത് ജസ്റ്റിസ് CS ദിയാസ് സാറിൻ്റെ ഫ്രണ്ടിലാണ്, ബെഞ്ചിൻ്റെ ഫ്രണ്ടിലാണ്, പരിഗണനയിലാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ്. അത് 2 സെപ്റ്റംബറിലാണ് അത് പരിഗണിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം വളരെ ക്രൂഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇപ്പോൾ ബെയിൽ നൽകാൻ സാധിക്കില്ല എന്നുള്ള ഒരു റിപ്ലൈ ആയിരുന്നു അന്നത്തെ വാദത്തിന് കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അപ്പോൾ അതിനി പരിഗണിക്കുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ്, ജസ്റ്റിസ് CS ദിയാസ് സാറിൻ്റെ ബെഞ്ചിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ്സൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സെഷനിൽ വന്നത്. സോ ഇതൊക്കെ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാ മെമ്പേഴ്സിനും എല്ലാ നമ്മുടെ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി നല്ലൊരു വിഷയം നേരുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ.